ബഹുമാനമുള്ള മുഅ്മിനുകളെ, അപ്പോൾ നമ്മൾ നസീഹത്ത് എന്ന് പറഞ്ഞാൽ അത് മറുപടിയായി പറഞ്ഞത് ഖുൽനാ, സ്വഹാബത്ത് ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അദ്ദീനു അൻ നസീഹ, ദീനെന്ന് പറഞ്ഞാൽ മറ്റുള്ളവർക്ക് ഖൈർ ഉദ്ദേശിക്കലാണ്. ഈ മറ്റുള്ളവർ എന്ന് പറഞ്ഞാൽ ആരാണ്, ആരോടാണ് എന്ന് ചോദിച്ചപ്പോഴാണ് ലില്ലാഹി, അള്ളാഹ്ക്കാണ്, അള്ളാഹ്ക്ക് ഖൈർ ഉദ്ദേശിക്കുക. അവിടെ ഇപ്പം നമ്മൾ ചർച്ച ഉള്ളത് അള്ളാഹ്ക്ക് ഖൈർ ഉദ്ദേശിക്കുക എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ ദീനിനെ, ആ ദീനിനെ ശക്തിയായ രൂപത്തിൽ, നല്ല രൂപത്തിൽ അത് പ്രചരിപ്പിക്കുക. സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ദീനിനെ പ്രചരിപ്പിച്ചത് ആദ്യം 3 വർഷം സ്വകാര്യമായി പരസ്യപ്പെടുത്തുന്നതിൻ്റെ മുമ്പ് രഹസ്യമായി 3 വർഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അള്ളാഹിൻ്റെ ദീനിനെ പ്രചരിപ്പിച്ചിട്ടുണ്ട്. അന്നാണ് ഖദീജ ബീബിയൊക്കെ മുസ്ലിമായത്. മക്കത്തെ മറമാടി കിടക്കുന്ന, മക്കത്തെ ജന്നത്തുൽ മുഅല്ലയിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന ഉമ്മയാണ് ആര്? മഹദിയായ ഖദീജ ബീബി റളിയല്ലാഹു അൻഹ, റസൂലുള്ളാഹിന്റെ പ്രിയപ്പെട്ട ഭാര്യ. ആ ഖദീജ ബീബി മുസ്ലിമായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ രഹസ്യ പ്രബോധനത്തിലാണ്. പുരുഷന്മാരുടെ കൂട്ടത്തിൽ ആദ്യമായി ഇസ്ലാം സ്വീകരിച്ചത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. കുട്ടികളെ കൂട്ടത്തിൽ ആദ്യമായി ഇസ്ലാം സ്വീകരിച്ചത് അലി റളിയല്ലാഹു അൻഹു. അങ്ങനെ ചില സ്വഹാബാക്കളെ പേരിങ്ങനെ പറഞ്ഞിട്ട് പറയുന്നുണ്ട്. നമ്മളെ ഉമർ റളിയല്ലാഹു അൻഹു, അബീ ബക്കറും വ അൻ ഉമരി വ അൻ അലിയും വ അൻ ഉസ്മാന ദിൽ കറമി സഅദിൻ സഈദിൻ സുബൈറിൻ തൽഹത്തിൻ വ അബി ഉബൈദത്തിൻ വ ഇബ്നു ഔഫിൻ ആശിരിൽ കറമി. അവിടെ ആ ബൈത്തിൽ പറഞ്ഞ സ്വഹാബാക്കളെ പേരുകളൊക്കെ, അവരൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ദീനിയായ പ്രബോധനം കേട്ടിട്ട് ഇസ്ലാം മതം സ്വീകരിച്ചവരാണ്. കേൾക്കൂല ഇസ്ലാം മതം സ്വീകരിച്ചവരാണ്. അപ്പോൾ ഓരൊക്കെ ഇസ്ലാമിലേക്ക് കയറി വന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇസ്ലാമിൻ്റെ പ്രബോധന കർമ്മം എല്ലായിടത്തും എത്തിക്കുകയാണ്. സ്വകാര്യമായിട്ട് പറയാൻ കാരണം അന്ന് റസൂലിനെ പറഞ്ഞാൽ തല വെട്ടും. മുഹമ്മദ് നബിൻ്റെ തല എടുക്കുന്നവർക്ക് 100 ഒട്ടകം സമ്മാനം എന്നാണ് അന്ന് പ്രഖ്യാപിച്ചത്. അബൂലഹബ്, അബൂജാഹിൽ ഓലൊക്കെ സമ്മാനം പ്രഖ്യാപിച്ചത് മുഹമ്മദ് നബിയുടെ തല വെട്ടിക്കൊണ്ടുവരുന്നവർക്ക് 100 ഒട്ടകം എന്നാണ്. 100 ഒട്ടകം എന്നൊക്കെ പറഞ്ഞാൽ ഇന്നത്തെ ഏറ്റവും വിലപിടിപ്പുള്ള ഒരു കാറ് കൂട്ടിയാൽ മതി ഒരൊട്ടകത്തിൽ. ഇന്നത്തെ ഏറ്റവും വിലപിടിപ്പുള്ള കാറ്, ഏറ്റവും വിലപിടിപ്പുള്ള കാറ് പോലെയാണ് അന്നത്തെ ഒരു ഒട്ടകം. അങ്ങനെ 100 ഒട്ടകമാണ് സമ്മാനം. ആരുടെ തലയെടുത്താൽ? സ്വർഗം ഉദ്ഘാടനം ചെയ്യുന്ന സയ്യിദുനാ റസൂലുള്ളാഹി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. അപ്പോൾ തങ്ങൾ അള്ളാഹ്ക്ക് ഗുണം ചെയ്യുക, ആ അള്ളാഹുവിനോടുള്ള നസീഹത്ത്, അള്ളാഹിൻ്റെ ദീൻ ഇങ്ങനെ പറഞ്ഞു കൊടുക്കണം. അത് ഉള്ളിൽ വെച്ചറിഞ്ഞാൽ പോരെ. അള്ളാഹിൻ്റെ ദീൻ ഇങ്ങനെ നമ്മൾ മനസ്സിലാക്കിയത് നമ്മൾ വേറെയുള്ള ആൾക്ക് പറഞ്ഞു കൊടുക്കുക, അത് അള്ളാഹുവിനോടുള്ള നസീഹത്താണ്. നമ്മളെ തലക്കെട്ട് മനസ്സിലാക്കണം ആദ്യം. അദ്ദീനു അൻ നസീഹ, ദീൻ എന്ന് പറഞ്ഞാൽ നസീഹത്താണ് എന്നാണ്. മതം എന്ന് പറഞ്ഞാൽ നസീഹത്താണ്. നസീഹത്ത് പറഞ്ഞാൽ മറ്റുള്ളവർക്ക് ഖൈർ ഉദ്ദേശിക്കുക. ഈ മറ്റുള്ളവർ തന്നെ ആദ്യം പരിഗണിക്കേണ്ടത് അള്ളാഹിനെയാണ്. അപ്പോൾ അള്ളാഹുവിൻ്റെ ദീനിനെ പ്രചരിപ്പിക്കാൻ കുറേ പാടുപെട്ടു. ആര്? സയ്യിദുനാ റസൂലുള്ളാഹി. മക്കത്തെ കഅബാലയത്തിൻ്റെ മുമ്പിൽ സുജൂദിൽ കിടക്കുമ്പോഴാണ് ചീഞ്ഞു നാറിയ ഒട്ടകത്തിൻ്റെ കുടൽമാല, വാസിച്ചിട്ട് പോയിക്കൂല, ദുർഗന്ധം. ചീഞ്ഞു നാറിയ ഒട്ടകത്തിൻ്റെ കുടൽമാല കൊണ്ടുപോയിട്ട് റസൂലുള്ളാഹിൻ്റെ തലയിൽ കിട്ടും, പെരടി ചാർത്തി. റസൂലുള്ളാഹിക്ക് സുജൂദിൽ നിന്ന് എഴുന്നേൽക്കാൻ വയ്യ. പക്ഷെ റസൂലുള്ളാഹി എതിരെ ഒന്നും ചെയ്തില്ല എന്ന് പറഞ്ഞാൽ
റസൂലുള്ളാഹിക്ക് എതിരായി പ്രാർത്ഥിക്കുക പോലും ചെയ്തില്ല. മനസ്സിലാക്കണങ്ങൾ. നമുക്കൊക്കെ ആരെങ്കിലും എന്തെങ്കിലും ഒരു പാരപ്പണി ഇങ്ങോട്ട് ഇട്ടാൽ ഡബിളായിട്ട് അങ്ങോട്ട് കൊടുക്കാൻ നമ്മൾ നോക്കുക. ഇന്നോ പാടേയില്ല. ഒരു വാക്ക് ഇങ്ങോട്ട് അനിഷ്ടകരമായി പറഞ്ഞാൽ അങ്ങോട്ടൊരു വാക്ക് പറയാനേ പാടില്ല. അപ്പോൾ ദീനിനെക്കുറിച്ച് ഇങ്ങനെ പറയാം. അങ്ങനെ 3 കൊല്ലം രഹസ്യമായി വയത് പറഞ്ഞ് പിന്നെയാണ് സൂറത്തുൽ മുസമ്മിലില് 7 ആയത്തിറങ്ങിയത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാ അയ്യുഹൽ മുദ്ദസ്സിർ, യാ അയ്യുഹൽ മുദ്ദസ്സിർ. അതെന്താ സംഭവം? ഈ ദീന് കൊണ്ടുവന്ന് കൊടുക്കുന്ന ആളാരാണ്? ജിബ്രീൽ അലൈഹിസ്സലാം. അള്ളാഹിനേക്കൊന്ന് ജിബ്രീൽ എന്ന മലക്ക് കൊണ്ടുവന്ന് കൊടുക്കും. അപ്പൊ ജിബ്രീലിനെ കാണാൻ വല്ലാണ്ട് പൂതിയായി. ആർക്ക്? സയ്യിദുനാ റസൂലുള്ളാഹി. വല്ലാണ്ട് പൂതിയായപ്പോ ഒന്ന് കാണാൻ വേണ്ടി പ്രാർത്ഥിച്ചു. എനിക്ക് ജിബ്രീലിനെ കാണിച്ചു തരണേ. പേടിയാകുകയെ. കാരണം എത്ര ചിറകുള്ളത് ജിബ്രീലിന്? വിമാനത്തിന് എത്ര ചിറകുണ്ട്? വിമാനത്തിന് എത്ര? 2. ജിബ്രീലിന് എത്ര ചിറകുള്ളത്? 600. എത്ര? 600 ചിറകുള്ളത് മലക്കാണ്. ആര്? ജിബ്രീൽ അലൈഹിസ്സലാം. പേടിയാകും. അള്ളാഹിന്റെ റസൂല് കാണാൻ പൂതി വെച്ചു, കാണിച്ചു കൊടുത്തു. അപ്പൊ കണ്ട രംഗം എന്താ അറിയോ? ആകാശത്തിന്റെയും ഭൂമിന്റെയും ഇടയിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. എത്ര നീട്ടുണ്ടാവും? ആകാശത്തിന്റെയും ഭൂമിന്റെയും ഇടയിൽ ഇങ്ങനെ ഇരിക്കുക. ആ രംഗം കണ്ടിട്ട് നബിതങ്ങൾ ആകെ കെട്ട് കിടിലം കൊണ്ടു എന്നാ പറഞ്ഞു. കിടിലം കൊണ്ട് ബേജാറായിട്ട് ഓടിപ്പോയി ഖദീജ ബീവിന്റെ അടുത്തേക്ക്. ഉമ്മല്ല, വാപ്പല്ല, കാക്കാര് നോക്കാറില്ല. വല്ലാണ്ട വിഷമത്തില് മുത്തുനബി ഓടിച്ചെന്ന് പുതപ്പിട്ട് മൂടിക്കിടക്കുകയാണ്. അപ്പോഴാണ് അള്ളാഹു ആയത്തിറക്കിയത്. യാ അയ്യുഹൽ മുദ്ദസ്സിർ, ഓ പുതപ്പിട്ട് മൂടിക്കിടക്കുന്ന നബിയെ, എഴുന്നേൽക്ക്, എഴുന്നേൽക്ക്. അവിടെ കിടക്കുകയല്ല വേണ്ടത്. ഫഅൻദിർ, ജനങ്ങൾക്ക് ഇൻദാർ ചെയ്യേ. നരകണ്ട്, പേടിപ്പെടുത്തണം. സ്വർഗണ്ട്, സന്തോഷിപ്പിക്കണം. നരകം സ്വർഗം, നരകം സ്വർഗം. അങ്ങനത്തെ നമ്മുടെ ജീവിതം. കയറ്റം ഇറക്കം, കയറ്റം ഇറക്കം. ഇന്ന് ദുഃഖാണെങ്കിൽ നാളെ സന്തോഷം. സന്തോഷത്തിന്റെ ബാക്കിൽ വേറെ ദുഃഖം, ദുഃഖം കഴിഞ്ഞാൽ വേറെ സന്തോഷം. റസൂലുള്ളാഹി എഴുന്നേറ്റ് പുറപ്പെട്ടു. ഓടിച്ചെന്ന് അള്ളാന്റെ താക്കീത് എന്താ? ജനങ്ങൾക്ക് ദീൻ പറഞ്ഞു കൊടുക്കണമെന്നാ. റസൂലുള്ളാഹി പോയത് കൊടുക്ക മക്കത്തെ സൊഫാമലല്ലേ, സൊഫാമല കാണാൻ അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ഹാജിമാരൊക്കെ ഇപ്പൊ പൊയ്ക്കണ്. ഹാജിമാരൊക്കെ അവിടെ കണ്ടുകൊടുക്കുകയാണ്. സൊഫാമലന്റെ മേലെ കയറിയിട്ട് ഓടി വരൂ, ഓടി വരൂ, ഓടി വരൂ. മേലെ കയറിയിട്ട് പറഞ്ഞു. കുടുംബക്കാരൊക്കെ ഓടിയെന്ന്, അബൂലഹബൊക്കെ ഓടിയെന്ന്. അള്ളാഹിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കുക, അള്ളാഹിന്റെ ദീനെ കുറിച്ച് പറഞ്ഞു കൊടുക്കുമ്പോഴാ അബൂലഹബ് ഒറ്റ ചോദ്യം, അലിഹാദ ജമാഅത്തന, ഇത് പറയാനാ ചങ്ങായി ഞങ്ങൾ ഒരുമിച്ച് കൂട്ടിയത്? ഏക ഇലാഹ്, അള്ളാഹു ഏകനാണ്. അള്ളാഹു താലാക്ക് വഴിപ്പെടണം, അള്ളാഹു താലാക്ക് വേണ്ടി ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്യണം. ഇതൊക്കെ പറഞ്ഞപ്പോഴാണ് അബൂലഹബ് ചോദിച്ചത്, അലിഹാദ ജമാഅത്തന തബ്ബൻ ലക യാ മുഹമ്മദ്, അങ്ങ് നാശം ഉണ്ടാവട്ടെ. ഒറ്റ വാക്കാ, തബ്ബൻ ലക യാ മുഹമ്മദ്, മുഹമ്മദ് അങ്ങ് നാശം ഉണ്ടാവട്ടെ എന്ന് പറഞ്ഞേക്കിന് അള്ളാഹു അപ്പം തന്നെ ഒരു വെടിയാ അള്ളാഹു താല. ഏത് വെടി? തബ്ബത് യദാ അബീ ലഹബിൻ വതബ്ബ്, അബൂലഹബ് നശിക്കട്ടെ. ഇങ്ങോട്ടടിച്ച് അങ്ങോട്ട് പറഞ്ഞ അതേ വാക്കുകൊണ്ട് അള്ളാഹു താല തബ്ബത് യദാ അബീ ലഹബിൻ വതബ്ബ്, അബൂലഹബ് നശിക്കട്ടെ. ആ ഒരു വാക്കുകൊണ്ടാണ് അബൂലഹബ് പിന്നെ ചത്തത്. ചൊറി പിടിച്ച് എല്ലാ സാധനങ്ങളും വിറ്റ് ചികിത്സക്ക് വേണ്ടി ചെലവാക്കി, മാറുന്നില്ല. അള്ളാഹ് കൊടുത്ത രോഗമാണ്. തങ്ങളോട് കളിച്ചതിന്റെ പേരിൽ അള്ളാഹു തആല കൊടുത്ത രോഗം. പിന്നെ പെണ്ണുങ്ങളെ വിറ്റു എന്ന് പറഞ്ഞത്, ഉമ്മു ജമീലെ പെണ്ണുങ്ങളെ പേര്. കുട്ടികള്, പെണ്ണുങ്ങള്, എല്ലാ സാധനവും ട്രീറ്റ്മെന്റിന് വേണ്ടി ചെലവഴിച്ചിട്ടും അസുഖം മാറിയില്ല. അപ്പൊ സഫാമലന്റെ മേലെ കയറിയിട്ട് മുത്തുനബി അന്ന് വയല് പറയുന്നത്. ആ വയലിന്റെ ബാക്കി ചിത്രങ്ങളാണ് ഓരോ പള്ളിയിലും ഓരോ ക്ലാസ്സിലും ഓരോ ആലിമീങ്ങളും ഇങ്ങനെ ദീൻ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പറയുന്നവരിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പൊ അല്ലാഹു തആല അതിന്റെ ദീനനുസരിച്ച് ജീവിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. കുറേ പറയാണ്ട്. ഇപ്പം നമ്മൾ ഒന്നാമത്തെ ഇതിലാണത്.
ആരോടാ നസീഹത്ത്? അതിന് ഉത്തരം ലില്ലാഹി, അള്ളാഹിനോടാണ്. അള്ളാഹിന്റെ നസീഹത്ത് എങ്ങനെ? അള്ളാഹിന്റെ ദീൻ ഇങ്ങനെ പ്രചരിപ്പിക്കണം. ബസ് കയറിയാലും അള്ളാഹിന്റെ ദീൻ പ്രചരിപ്പിക്കണം. കല്യാണത്തിന് പോയാലും അള്ളാഹിന്റെ ദീൻ പ്രചരിപ്പിക്കണം. അവിടെ കണ്ണിന് പറ്റാത്തതാണോ പറഞ്ഞു കൊടുക്കണം എന്നർത്ഥം. പറഞ്ഞു കൊടുക്കുക. ചെയ്തോ ചെയ്തില്ലേ നമുക്ക് നോക്കണ്ട. പറയേണ്ട കടമ എന്തുണ്ട് നമുക്കുണ്ട്. നിങ്ങൾ പുതിയ ആളാണല്ലോ, കല്യാണത്തിന് വന്നതാ. അവിടെ കുറേ ആൾക്കാരില്ലേ, കടന്നുണ്ടാവും അല്ലേ? വിളിച്ചു പോയിക്കാണ്ട് ക്ലാസ് നിർത്തണം. അപ്പം അൽഹംദുലില്ലാഹ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ പ്രഭാത സമയത്തുള്ള ഒത്തുകൂടൽ ജന്നാത്തുൽ ഫിർദൗസിൽ മുത്തുനബിന്റെ കൂടെ കൂടാൻ തൗഫീഖ് ചെയ്യട്ടെ. ഈ മഴ പെയ്യുന്ന നേരത്ത് ഒരുപാട് മലക്കുകൾ ഇങ്ങനെ ഇറങ്ങി വരുന്നുണ്ട്. ആ മലായികത്തിന്റെ സാന്നിധ്യം കൊണ്ട് അല്ലാഹു നമ്മളെ ദുആ സ്വീകരിക്കട്ടെ. നമ്മുടെ ചർച്ച ഇങ്ങനെ നീണ്ടുപോകും. ആ ചർച്ചയിലൊക്കെ ഗുണങ്ങൾ, റഹ്മാനായ റബ്ബ് അവൻ്റെ ദീൻ പ്രചരിപ്പിച്ച കഥകൾ, അവൻ്റെ ദീൻ എങ്ങനെയാണ്, അള്ളാഹുവിൻ്റെ ദീനിനെ എങ്ങനെയാണ് പ്രചരിപ്പിക്കേണ്ടത്, അതൊക്കെ ഇങ്ങനെ കുറേശ്ശെ ഇങ്ങനെ പറഞ്ഞ് റഹ്മാനായ റബ്ബിൻ്റെ വിളിക്കുത്തരം നൽകി നമ്മളൊക്കെ 3 കഷ്ണം പുതിയിൽ കടന്ന് മയ്യത്ത് കട്ടിലേക്ക് കയറ്റി ഇവിടെ കൊടുന്നിക്കണതിന് മുമ്പ് അത് ഈ മയ്യത്തിൻ്റെ മേലെ ഫർള് നിസ്കരിക്കുന്നു എന്ന് പറയുമ്പോൾ ആ കിടക്കണ മയ്യത്തൊരു മുസ്ലിമായി തീരാൻ അത് നമ്മളാണ്. അള്ളാഹു അങ്ങനെ തൗഫീഖ് ചെയ്യട്ടെ. ഒരു മുസ്ലിമായി ജീവിച്ച് മുസ്ലിമായി മരിക്കാൻ വലിയ പണിയാണ്. ഈ കാലഘട്ടത്തിൽ വലിയ പണിയാണ്. തീക്കണൽ കയ്യിൽ പിടിക്കും പോലെ എന്നാണ്. തീക്കണൽ കയ്യിൽ പിടിക്കും പോലെ അത്രക്ക് പ്രയാസ ദീനനുസരിച്ച് ജീവിക്കാൻ എന്ന് ഹദീസിലുണ്ട്. അപ്പോൾ അള്ളാഹുവിൻ്റെ ദീനനുസരിച്ച് ജീവിക്കാൻ കുറച്ചെങ്കിലും അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യുമാറാണ്. കുറച്ചോനെ ഞങ്ങളെ പള്ളിയുടെ നിർമ്മാണം എത്രയും പെട്ടെന്ന് പൂർത്തിയാക്കി തരണേ അല്ലാഹ്. ഇതിലേക്ക് സഹായിച്ചവരെ നീ സഹായിക്കണേ അല്ലാഹ്. ഞങ്ങളെല്ലാ ദുന്യവിയും ഉഖ്റവിയുമായ ആവശ്യങ്ങൾ വീട്ടിൽ തരണേ അല്ലാഹ്. കുറച്ചോനെ ഞങ്ങളെ മക്കളെ നല്ല കുട്ടികളാക്കി തരണേ അല്ലാഹ്. ഞങ്ങളെ പേരമക്കളെ നന്നാക്കി തരണേ അല്ലാഹ്. ഞങ്ങളെ മക്കളുടെയും അവരുടെയും ഞങ്ങളെ മുതാലിമീങ്ങളുടെയും ഒക്കെ പഠനത്തിൽ ബർക്കത്ത് ചെയ്യണേ അല്ലാഹ്. ഞങ്ങൾക്ക് ഭക്ഷണം തരുന്നവർക്ക്, അതിനുവേണ്ടി സഹായിക്കുന്നവർക്ക് എമ്പാടും നിന്റെ സഹായങ്ങൾ ചൊരിഞ്ഞു കൊടുക്കണേ അല്ലാഹ്. രോഗങ്ങളുണ്ട് റബ്ബേ, ആജിലായ ശിഫ നൽകണേ അല്ലാഹ്. മരണരോഗത്തിന് മരുന്നില്ല, അത് എപ്പോഴാണ് മരിക്കണ വെച്ചാൽ അപ്പം മരിക്കും. ആ രോഗം സഹിക്കാനും ക്ഷമിക്കാനും പറ്റുന്ന രോഗമാക്കി തരണേ അല്ലാഹ്. സഹിക്കാനും ക്ഷമിക്കാനും കഴിയാത്ത രോഗം കൊണ്ട് ഞങ്ങൾ ആരെയും നീ പരീക്ഷിക്കല്ല അല്ലാഹ്. ഒന്നാമത് പൈസ എല്ലാവരുടെ കയ്യിലും. ആ പൈസ ഇല്ലാത്ത സമയത്ത് വലിയ രോഗം വന്നാൽ കൈ നീട്ടി യാചിക്കേണ്ടി വരും. അങ്ങനത്തെ ഒരു ദുർഗതി ഞങ്ങൾക്കാർക്കും വരുത്തല്ല അല്ലാഹ്. ഞങ്ങളുടെ ശരീരത്തിന് നീ കാവൽ നൽകണേ അല്ലാഹ്. ഞങ്ങളുടെ മനസ്സിന് നീ ആരോഗ്യം നൽകണേ അല്ലാഹ്. ഞങ്ങളൊക്കെ ചെയ്യുന്ന ജോലികളിൽ എമ്പാടും ബറക്കത്ത് ഏറ്റി തരണേ അല്ലാഹ്. ഞങ്ങളെ പള്ളിക്കാട്ടിൽ മീസാൻ കല്ലുകൾക്കടിയിൽ കിടക്കുന്ന ഒരുപാട് മനുഷ്യന്മാരുണ്ട് റബ്ബേ. അതിൽ ഞങ്ങളുടെ ഉമ്മണ്ട്, വാപ്പണ്ട്, ഞങ്ങളെ ഉസ്താദുമാരുണ്ട്, ഞങ്ങളെ ജ്യേഷ്ഠാനുജന്മാരുണ്ട്, ഞങ്ങളെ പെങ്ങന്മാരുണ്ട്, ഞങ്ങളെ സ്വന്തം രക്തത്തിൽപ്പെട്ടവരുണ്ട് റബ്ബേ. അവർക്കൊക്കെ നീ പുറത്തു കൊടുക്കണേ അല്ലാഹ്. അവരെ ഖബർ നീ സ്വർഗമാക്കി കൊടുക്കണേ അല്ലാഹ്. അവർ ദുനിയാവിൽ നിന്ന് പോയപ്പോൾ ഒന്നും കൊണ്ടുപോയിട്ടില്ലെങ്കിൽ ഈ ഒരു സംഭാവന, ഈ ഒരു സദഖ, ഞങ്ങൾ ചെയ്തുന്ന പ്രാർത്ഥനകൾ അത് അവർക്ക് നീ ഇപ്പം തന്നെ എത്തിച്ചു കൊടുക്കണേ അല്ലാഹ്. എന്തെങ്കിലും വല്ല ശിക്ഷ അവരെ ഖബറിലുണ്ട് ഉള്ളിൽ ഉണ്ടെങ്കിൽ അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഹദീസ് പറഞ്ഞതിൻ്റെ ബറക്കത്ത് കൊണ്ട്, സ്വലാത്ത് ചൊല്ലിയതിൻ്റെ ബറക്കത്ത് കൊണ്ട്, സലാമിൻ്റെ ബറക്കത്ത് കൊണ്ട് നീ ആ ശിക്ഷയിൽ നിന്ന് അവരെപ്പോഴും രക്ഷപ്പെടുത്തണേ അല്ലാഹ്. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം തുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. ആമീൻ 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 ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ ബിഫളലി സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. صلى الله على محمد صلى الله عليه وسلم. اللهم صل على محمد يا رب صل عليه وسلم وصل على جميع الأنبياء المرسلين. الحمد لله رب العالمين. السلام عليكم ورحمة الله.